നിങ്ങൾ ഒരു കാര്യം പഠിക്കണമെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറൊരാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ദെൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ കേട്ട കാര്യം അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കണമെങ്കിൽ, അതായത് നമുക്ക് ഒരു സക്സസ്ഫുൾ ആവണമെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ സക്സസ്ഫുൾ ആവണമെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ശീലങ്ങൾ പറയാറുണ്ട് അല്ലെ, ഇന്നെന്ന ശീലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ നിങ്ങൾ കാണാം. അപ്പം ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ വെച്ച് നമ്മൾ റിസർച്ച് ചെയ്ത സമയത്ത് കണ്ടുപിടിക്കാൻ സാധിച്ചത് 3 കാര്യങ്ങളാണ്. റിസർച്ച് ഫൈൻഡിങ്സ് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഡിസ്കവറിങ് ന്യൂ തിങ്സ്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ കാര്യം കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അതായത് എപ്പോഴും അവർ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും അല്ലെ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ 6 മണിക്ക് എണീറ്റിട്ട് ഇത്രയും 1 മണിക്കൂർ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. പക്ഷെ ആ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർ എപ്പോഴും എന്താണ്, കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഏരിയ ഏതാണോ, നിങ്ങൾ ഏതിലാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലാണ് ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ടത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം എന്നില്ല അല്ലെ. കുക്കിംഗ് നമ്മൾ ചിലപ്പോൾ എല്ലാവരും പഠിക്കണം എന്നുണ്ടാവില്ല അല്ലെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി പഠിച്ചുകൊണ്ടേയിരിക്കണം. ദെൻ എന്താണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ്. പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോൾ ഓപ്പൺ ആവാന്നുള്ളത്. പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ നമ്മൾ സക്സസ്സിൽ എത്താത്തതിൻ്റെയൊക്കെ പല പല ആൾക്കാരുടെയും റീസൺ എടുക്കുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത്, ക്ലോസ്ഡ് ആയിരിക്കും അല്ലെ. അതിൽ എപ്പോഴും പറയുന്നതാണ്, സാറൊക്കെ ക്ലാസ്സിൽ പറയുന്നതാണ്, ഈ കല്യാണം എന്ന് പറയുന്ന സംഭവം കല്യാണം കഴിക്കണം എന്നുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു കല്യാണത്തിന്റെ ഒരു നല്ല പ്രപ്പോസലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എൻക്വയറോ ചെയ്യുന്ന സമയത്ത് വേണ്ട വേണ്ട അത് പിന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ, ഇങ്ങനത്തെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. സോ അവര് ഓപ്പൺ അല്ല, എന്ത് കാര്യത്തിനും ഓപ്പൺ അല്ല. അതല്ല ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, അയാളടുത്ത് അയാൾ ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിലുള്ള ന്യൂ ഐഡിയാസോ ഷെയർ ചെയ്യുമ്പം അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല, അതിന് ക്ലോസ് ചെയ്തിട്ടിരിക്കും. അപ്പം നമുക്ക് ഒരിക്കലും യൂണിവേഴ്സ് ഇതാ നീ ചോദിച്ച സാധനം ഇത് ഈ ഒരു സംഭവത്തിലൂടെ പോയാൽ നീ ചോദിച്ച സംഭവം കിട്ടുമെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സ് ഡയറക്റ്റ് വരില്ല. നമ്മൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു വാതിൽ തുറന്നാലല്ലേ അതിന്റെ അപ്പുറത്ത് എന്താ കാഴ്ചകൾ ഉള്ളതെന്ന് കാണാൻ സാധിക്കുക. സോ ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ ഇത് റിസർച്ച് ഫൈൻഡിങ്സ് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ന്യൂ ഐഡിയാസിന് ഓപ്പൺ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ സെൽഫ് ഇമേജ് വലുതാക്കുക എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഇത്രത്തോളം ഇപ്പൊ ഈ രണ്ടാമത് കാണുന്ന ഈ പിക്ചറിൽ ഇത്രത്തോളം കഴിവുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇതാ എനിക്ക് ഇത്രയേ കഴിവുള്ളൂ. ഫസ്റ്റ് പിക്ചറിൽ ഗ്രീൻ കാണില്ലേ, സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റ് ആണ്. എനിക്ക് ഇത്രയേ കഴിവുള്ളൂ, എന്നെ കൊണ്ട് ഇതേ പറ്റൂ, എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഐ കാണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അപ്പൊ അതൊക്കെ നമുക്ക് പറ്റുമോ? അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കല്ലേ പറ്റുക. അപ്പൊ വലിയ വലിയ ആൾക്കാരും നമ്മളും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. കാരണം എന്താ, മൈൻഡിന്റെ പവർ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഉള്ളത്. മൈൻഡ് പവർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതെല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യാ, സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റ് ആണ്. നമുക്ക് ഇത്രയേ പറ്റൂ, നമ്മുടെ ഹൈ പൊട്ടൻഷ്യൽ നമ്മൾ പുറത്ത് കണ്ടിട്ടില്ല അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്ന പല അത്ഭുതങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മളെ പോലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും എവ്രി വൺ ഈസ് യുണീക്ക് ഇൻ ടാലൻസ് ആൻഡ് എബിലിറ്റീസ്.
അപ്പൊ എല്ലാരിലും എന്തുണ്ട്, യുണീക്ക് ആയിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പം പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയേ കഴിവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഐ കാണ്ട്, എനിക്ക് ഇത്ര ഇതിന്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അയ്യോ വലിയ വലിയ കാര്യങ്ങൾ ഡ്രീം ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഏരിയ, അതായത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഇതിന്റെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ പഠിച്ചതുകൊണ്ട് പലരെയും കാണുമ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടം തോന്നും. സാധാ ജോലി എടുത്ത് നടക്കുന്ന ആൾക്കാര് ഇപ്പൊ നമ്മുടെ സൈറ്റിലൊക്കെ വർക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും കഷ്ടപ്പെട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ വിചാരിക്കും എന്താണ്, അയ്യോ ഇവരെ കയ്യിൽ ഇത്രയും വലിയൊരു നിധി അല്ലെ, ഒരു ഡയമണ്ട് വെച്ചിട്ടാണല്ലോ ഇവരത് ഉപയോഗപ്പെടുത്താതെ പോണേന്നുള്ളത്. അപ്പം നമ്മുടെ കയ്യിലുള്ള, നമ്മള് എത്ര വലിയ ഡ്രീം ആണെങ്കിലും അത് അച്ചീവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വലിയ ആൾക്കാരില്ലേ, ഇപ്പൊ ഞാൻ കോഴിക്കോടാണ് സ്ഥലം, നമ്മളിവിടെ നിന്ന് ലുലു മോൾ ഓപ്പണിംഗ് ആണ്, പുതിയ ലുലു, കോഴിക്കോടുള്ള ലുലു മോൾ ഓപ്പണിംഗ് ആണ്. അപ്പൊ യൂസഫ് അലി എന്നൊക്കെ പറയുന്നത് അല്ലെ, നമുക്കറിയാം എന്താണ്, ബില്യനെയർ ആണ്. അപ്പൊ യൂസഫ് അലി നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയൂ യൂസഫ് അലി ഒക്കെ എന്താണ് വലിയ വലിയ ആളല്ലേ, അല്ലെ, വലിയ വലിയ ആളല്ലേ. ഇവരൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന ഇവരൊക്കെ സീറോ ടു ഹീറോ ആണ്. അതായത് ഒന്നും ഇല്ലായ്മയിൽ നിന്ന്, സീറോയിൽ നിന്ന് ഹീറോയിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ആരുടെ സ്റ്റോറി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ യൂസഫ് അലീന്റെ ഒക്കെ കഥ എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം തലയിൽ ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കടയിൽ നിന്ന് നടന്നു പോയി, കിലോമീറ്ററോളം നടന്നു പോയിക്കൊണ്ടിരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് പറയും, ചുമടെടുത്തിട്ട്. അപ്പം അദ്ദേഹം ഇന്ന് നമ്മൾ ഇതേപോലെ ചുമടും കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു മൈൻഡിന്റെ പവർ ഉപയോഗപ്പെടുത്തി എനിക്കും ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം വിശ്വസിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലൈഫ് മാറി മറിഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് അവർ സെൽഫ് ഇമേജ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് എന്തല്ല, പൂച്ചക്കുട്ടിയല്ല, വലിയൊരു സിംഹമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, അപ്പൊ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ മൈൻഡിനെ കുറിച്ചൊക്കെ ഒരുപാട് എക്സ്പേർട്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലരും അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജെയിംസ് അലൻ പറഞ്ഞിട്ടുള്ളത് അച്ചീവ്സ് ആൻഡ് ഫെയിൽസ് ടു അച്ചീവ്, അതായത് ജയവും പരാജയവും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട് എവിടെ നിന്നാണ്, തോട്ടിൽ നിന്നാണ്. നമ്മളെ ചിന്തിക്കുകയാണ് എന്ത്, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ട് അതാണ്. സോ നമ്മുടെ ലൈഫ് എങ്ങനെയാവും, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, വളരെ ചെറിയ ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകും. നമ്മുടെ ഡ്രീംസ് ഒക്കെ എന്ത് ചെയ്യും, അവിടെ നമ്മൾ എഴുതി വെച്ചതിൽ തന്നെ കിടക്കുക ചെയ്യുക. അപ്പോൾ എത്ര വലിയ ഡ്രീമും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ മൈൻഡിനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ജോസഫ് മർഫിയുടെ ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. വളരെ വായിക്കേണ്ട പുസ്തകം എന്നല്ല പറയേണ്ടത്, പഠിക്കേണ്ട പുസ്തകമാണ് അത്. ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം പഠിക്കേണ്ടതാണ്. അത് നമ്മളൊരു പഠനമാക്കിയിട്ട് എടുക്കേണ്ടതാണ്. അപ്പൊ അതിൽ പറയുന്നത്, ഹീസ് എ സൈക്കോളജിസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പുള്ളിയുടെ പുസ്തകത്തിൽ, പുള്ളി സമ്പത്ത്, വിജയം, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചതായിട്ടൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന് സ്കിന്നിൽ വരുന്ന ഒരു ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻസർ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താ ഫോളോ അപ്പിനൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. പക്ഷെ പുള്ളിക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ അറിയാം, ഹീലിംഗ് നടക്കണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിക്കാനൊക്കെ അറിയാം. അദ്ദേഹം അഫർമേഷൻസ് സ്ഥിരമായി കൊടുത്ത് അദ്ദേഹം ഒരു ദിവസം ചെക്കപ്പിന് പോയപ്പോൾ സ്കാനിങ് എടുത്തപ്പം ക്യാൻസർ കോശങ്ങൾ ഒരു തരി പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇല്ല എന്ന്. ഡിസീസിന്റെ പേര് മറന്നു, സ്കിൻ ക്യാൻസർ ആണ് അതെട്ടോ, എനിക്ക് മറന്നുപോയി അതിന്റെ പേര്, കുറെ മുമ്പ് വായിച്ചതാണ്. അപ്പം ഇദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എല്ലാ ഏരിയയിലും ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ, യു ക്യാൻ ബ്രിങ് ഇൻ ടു യുവർ ലൈഫ് പവർ, വെൽത്ത്, ഹെൽത്ത്, ഹാപ്പിനെസ് ബൈ ലേണിംഗ് ടു കോണ്ടാക്ട് ആൻഡ് റിലീസ് ദ ഹിഡൻ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നമ്മുടെ ലൈഫിൽ പവറോ വെൽത്തോ ഹെൽത്തോ ഹാപ്പിനെസ്സോ ഒക്കെ കൊണ്ടുവരാം. എങ്ങനെ, ബൈ ലേണിംഗ് ടു കോണ്ടാക്ട് ആൻഡ് റിലീസ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നമ്മൾ എടുത്ത് എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, റിലീസ് ചെയ്യണം. ആ ഹിഡൻ പവർ നമ്മൾ റിലീസ് ചെയ്യണം. നമുക്ക് പവർ ഉണ്ട്, അത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന പവറും വെൽത്തും ഹെൽത്തും ഹാപ്പിനെസ്സും എല്ലാം വരുന്നതായിരിക്കും. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ പറയുന്നതാണ്, നമ്മൾ ഒരു കാര്യം, വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഫസ്റ്റ് ഡ്രീം. ആദ്യം എന്ത് ചെയ്യണം? സ്വപ്നം കാണണം. ദെൻ വിഷ്വലൈസ്, അത് നേടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. ദെൻ ബിലീവ് ചെയ്യണം, നമ്മൾ വിശ്വസിക്കണം, ഇത് എനിക്ക് കിട്ടും എന്നുള്ളത് വിശ്വസിക്കണം. ദെൻ നമ്മൾ അവിടെ ആക്ഷനും കൂടി എടുക്കണം കേട്ടോ. നമ്മൾ എല്ലാ മെത്തേഡും പ്ലാൻ ചെയ്തു, പക്ഷെ നമ്മൾ അവിടെ ആക്ഷൻ എടുത്തില്ലെങ്കിലോ? നമുക്ക് എന്താ പറയാ, ഇപ്പൊ ബാംഗ്ലൂർ പോകണം അല്ലെ? ബാംഗ്ലൂർ പോകണം, നമ്മൾ എന്താണ് ബാംഗ്ലൂർ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഡ്രീം ചെയ്തു, വിഷ്വലൈസ് ചെയ്തു, പ്ലാൻ ചെയ്തു, നടക്കുമെന്ന് വിശ്വസിച്ചു. ബാംഗ്ലൂരിലേക്കുള്ള ബസ് വന്നാൽ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? ആക്ഷൻ എടുക്കണം. നമ്മൾ അതിൽ കയറിയാലേ അവിടെ എത്തുള്ളൂ. അപ്പൊ പലപ്പോഴും ആക്ഷൻസ് പലരും എടുക്കില്ല. ഞാൻ ഇങ്ങനെ സാറ് പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറയും. പക്ഷെ ദെൻ നമ്മുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടെ ആക്ഷൻ എടുക്കുക വേണ്ട. നമ്മൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ പേര് മൈൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമ്മള് മൈൻഡിനകത്ത് ഒരു ചിത്ര രൂപത്തിലാണ് നമ്മുടെ ഡ്രീംസിനെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് എന്നാണ് വില്യംസ് ജെയിംസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൃശ്യരൂപത്തിൽ വെക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം. ശരിക്കും നമ്മുടെ സ്കൂളുകളിലൊന്നും നമ്മുടെ ഒരു പവറിനെ കുറിച്ചിട്ടോ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും കുട്ടികളുടെ അടുത്ത് നേടാൻ പറ്റും എന്നുള്ള വിശ്വാസമോ ഒന്നും കൊടുക്കുന്ന ഒരു പഠന രീതിയല്ല ആക്ച്വലി ഉള്ളത്. പക്ഷെ നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട്. മൈൻഡിന്റെ പവർ നമുക്ക് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാമെന്ന് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം എന്താ, നമ്മുടെ കുട്ടികൾക്ക് ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാം, അവരെ ആ പവർ ഉപയോഗിക്കാം. ദെൻ നമ്മൾ അവരെ മൈൻഡ് ആ ചെറുതാകുമ്പോൾ മുതലേ നമ്മൾ അവർ പ്രോഗ്രാംഡ് ആവുന്ന പ്രായം മുതലേ നമുക്കത് കെയർഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അവർ കാണേണ്ടതേ കാണാവൂ. വലിയ വലിയ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ ഇമ്പോസ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ നമുക്കിപ്പോൾ അറിയാം. പക്ഷെ നമ്മളെ സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മൈൻഡിന്റെ പവറിനെ കുറിച്ചിട്ടോ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എവിടെയും പഠിപ്പിക്കുന്നില്ല. സോ ഹൗ ടു ട്രെയിൻ ദ മൈൻഡിനെ ട്രെയിൻ ചെയ്യാനാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ജോൺ എഫ് കെന്നഡി പറഞ്ഞിട്ടുള്ളത്, ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റിസോഴ്സ് ആണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മൈൻഡ് പവർ മനസ്സിലാക്കിയ ആൾക്കാർ ഒരുപാട് കോഡ്സ് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്, എ മാൻ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്സ്. അയാളുടെ തോട്ട്സിന്റെ പ്രൊഡക്റ്റ് ആണ് ഒരാളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം ആരാ? നമ്മുടെ പഴയ തോട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എവിടെ ചേഞ്ച് ചെയ്യണം? തോട്ടിൽ മാറ്റം വരണം. സോ തോട്ട് ബിക്കംസ് തിങ്സ്. ചിന്തകളാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല നല്ല ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ലൈഫ് മാറി മറിയാൻ തുടങ്ങും. ഓക്കെ. സർ വിൻസ്റ്റൺ ചേർച്ചിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ, ദ എംപയർ ഓഫ് ദ ഫ്യൂച്ചർ ഇസ് ദ മൈൻഡ്. ഭാവിയുടെ എംപയർ എന്ന് പറയുന്നത് മൈൻഡാണ്. അങ്ങനെ എക്സ്പേർട്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്ടർ OW ഹോംസ് പറഞ്ഞിട്ടുള്ളത്, മൈൻഡ് വൺസ് എക്സ്പാൻഡഡ് നെവർ റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ്. നമ്മുടെ മനസ്സ് വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും അതിന്റെ പഴയൊരു വലിപ്പത്തിലേക്ക് വരില്ല. ബ്ലൂ പ്രിന്റ് വലുതായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ ബ്ലൂ പ്രിന്റ് ചെറുതാവില്ല. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള എന്താ? വി ആർ വാട്ട് വി തിങ്ക്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. ഓക്കെ. ആർണോൾഡ് ഷെവാസെങ്കർ പറഞ്ഞിട്ടുള്ളത്, മൈൻഡ് ഇസ് ദ ലിമിറ്റ് ആണ്. അതായത് നമുക്ക് എവിടെയും ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സാണ് ലിമിറ്റ്. മനസ്സ് അത്രയും വിപുലമാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതവും വലുതാവും. അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ജിം ക്യാരി പറഞ്ഞിട്ടുണ്ട്, യുവർ മൈൻഡ് ക്രിയേറ്റ് യുവർ ഓൺ യൂണിവേഴ്സ്. അത് നിങ്ങളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ സാറ് പറഞ്ഞിട്ടുള്ളത്, യു ആർ ദ ഓതർ ഓഫ് യുവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയുടെ ഓതർ. നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ കുറേ പേര് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ, ഐ കാണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത്, ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ്, അതായത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. കാരണം എന്താ, അവർക്കും എനിക്കൊക്കെ മൈൻഡിന്റെ പവർ ഉണ്ട്. ആ പവർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എന്തും ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങളുടെ മൈക്ക് ഓക്കെ.
ഓക്കെ മാം. ഓക്കെ, ഇന്ന് എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ മൈൻഡിന്റെ പവർ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളില്ലേ ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ജസ്റ്റ് കിടക്കും. നമ്മളത് നമ്മുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യാണ്. എന്ത്, എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിമിറ്റ് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലെ? അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം കഴിവുണ്ട്. ഇപ്പൊ വലിയ വലിയ ആൾക്കാർ, ഇപ്പൊ ഞാൻ ഇതില് നമ്മൾ തൊട്ടടുത്ത ലുലു ഓപ്പൺ ആവുന്നത്. അപ്പൊ എനിക്ക് പണ്ട് എറണാകുളം പോണ സമയത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ലുലു മാളിൽ പോവാന്ന് പറഞ്ഞത്. അപ്പൊ അത് തൊട്ടടുത്ത് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാരണം ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു സൂപ്പർ മാർക്കറ്റ്, വലിയൊരു മാളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ തൊട്ട് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു കാര്യം എന്നുള്ള രീതിയിൽ പറയാം. ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ലോകത്ത് പലരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? മൈൻഡ് പവർ വെച്ചിട്ടാണ്. നമുക്ക് അത്രയും വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം എന്നില്ല, അല്ലെ? ഒരു ബൂജ് ഖലീഫ ഉണ്ടാക്കണം എന്നൊന്നും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമുക്ക് അതിലും ചെറുതായിരിക്കും നമ്മുടെ ഡ്രീംസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഡ്രീംസ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. മൈൻഡിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ മൈൻഡിന് അത്രയും പവർ ഉണ്ട്, അതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സോ നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. പണ്ട് മുതലേ അയ്യോ എനിക്കിതൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ എനിക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ചെറുതാമ മുതലേ തോന്നിയ പല പല കാര്യങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യാം? ആ ആ ഒരു വേൾഡ്, ഇന്നർ വേൾഡ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. എനിക്കും ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം നമ്മുടെ തോട്ട്സിലൂടെ മാത്രമേ മൈൻഡ് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഈ സഫറിങ്സ് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സഫർ ചെയ്യുന്ന വിഷയം നമ്മൾ മുമ്പിൽ മുന്നേ നമ്മുടെ തോട്ട്സിൽ വന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ സഫർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് നിങ്ങൾ ഓൾറെഡി മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. സോ നമ്മൾ അവിടെ അത് ഡിലീറ്റ് ചെയ്ത് ഒരു ഇന്നർ വേൾഡ് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ പോസിറ്റീവ് തോട്ട്സ് മാത്രം കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്തിയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് കാണുക ഒക്കെ ചെയ്യണ സമയത്ത് നമ്മുടെ ഇന്നർ വേൾഡ് പതിയെ 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 റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് വലിയ കാര്യമാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കത് പുറത്ത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പുറത്ത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടൊക്കെ ഇപ്പൊ സ്പിരിച്വാലിറ്റി ഒക്കെ സാർ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോണതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുന്ന സംഭവം നമ്മുടെ ഉള്ളിലാണുള്ളത്. നമ്മളൊരു പവറിന്റെ അടുത്ത് അന്വേഷിച്ച് പോവുകയാണ്. എനിക്ക് സമാധാനം തരണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, അത് വേണം, ഇത് വേണം. നമ്മളൊരു പുറത്ത് അന്വേഷിച്ച് പോണ സമയത്ത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പവറും പറയുന്നത്. ഇപ്പൊ ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് തിരിച്ചു വരുമ്പം എന്താ പറയുന്നത്, തത്വമസി അല്ലെ, നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് എന്നിലും നിന്നിലും ഒക്കെ ഉള്ളത് ഈശ്വരന്റെ അംശമാണ്. അപ്പൊ നമ്മുടെ ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ അംശം, ദൈവാംശം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ ആ പവർ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. ആ പവർ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മളിങ്ങനെ പതിയെ 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 പഠിച്ച് ഇതിന്റെ മൈൻഡിലെ സയൻസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ അത് പതിയെ 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 ലൈഫ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. കോമൺ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് തോട്ടിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എത്ര കാലമായി മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 മാസം.